Dear students, welcome back to Sapphire Future Academy Board Booster Series. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ DNA-യുടെ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. DNA-യുടെ റിപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ്, അതിന്റെ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സെൻട്രൽ ഡോഗ്മയിൽ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് നമുക്ക് എന്ത് വരുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA നമ്മൾ ഓൾറെഡി സെൻട്രൽ ഡോഗ്മ അനുസരിച്ച് നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം വേർഡ് ടു വേർഡ്, ഫ്രം DNA ടു mRNA ആൻഡ് ദെൻ ടു പ്രോട്ടീൻ. അതാണ് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ദാറ്റ് ഈസ് സെൻട്രൽ ഡോഗ്മ നമ്മൾ എന്താ പറഞ്ഞത്? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു mRNA ആൻഡ് ദെൻ ടു പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു RNA. ഇനിയാണെങ്കിൽ നമ്മൾ mRNA, അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു RNA, അതിനെ നമുക്ക് എന്ത് കൊടുക്കാം? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പൊ നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ നമ്മൾ റിപ്ലിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു DNA എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതിനെന്ത് ചെയ്യുവാണ്? നമ്മൾ റിപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ? DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ പറയുവാണ്, DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യുന്ന എപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഫുള്ളി അൺവൈൻഡ് ചെയ്യില്ല. അപ്പൊ എന്താണ്? ഈ DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്തിട്ട് ഒരു സ്ട്രാൻഡിൽ നിന്ന് എന്ത് ചെയ്യാണ്? mRNA ഫോം ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് ഒരു mRNA ഫോം ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ഇതെന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഈ ഡബിൾ സ്ട്രാൻഡഡ് DNA എന്ത് ചെയ്യും? DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്തു. ഒരു DNA സ്ട്രാൻഡ്, ഇത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNA എന്ത് ഫോം ചെയ്യും? ഇവിടെ mRNA ഫോം ചെയ്യും. അപ്പോൾ രണ്ട് സ്ട്രാൻഡിന്റെ DNAക്ക് അല്ലെ, ഒരു സ്ട്രാൻഡിന് നമ്മൾ എന്ത് പറയും? 5'3' പറയും. നെക്സ്റ്റ് സ്ട്രാൻഡ് എന്താണ്? 3'5' പൊളാരിറ്റി പറഞ്ഞു. അപ്പൊ ഏത് സ്ട്രാൻഡിൽ നിന്നാണ് mRNA ഫോം ചെയ്യുക? രണ്ട് സ്ട്രാൻഡിൽ നിന്ന് ഫോം ചെയ്യില്ല നമ്മൾ പറഞ്ഞു അല്ലെ. ഏത് സ്ട്രാൻഡിൽ നിന്നാ ഫോം ചെയ്യാം? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എപ്പോഴും എന്തായിരിക്കും? 3' to 5', അല്ലെങ്കിൽ ടെംപ്ലേറ്റ്. നമ്മുടെ റിപ്ലിക്കേഷന് നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് സ്ട്രാൻഡും എന്തായിട്ട് നിൽക്കും? ടെംപ്ലേറ്റ് ആയി നിൽക്കും. ഇവിടെ അങ്ങനെ നിൽക്കില്ല. ഇവിടെ എന്താ പറയുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ആ സ്ട്രാൻഡിന്റെ പൊളാരിറ്റിയാണ് 3' to 5', അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 3'5' എന്ന് കൊടുക്കാം. അപ്പൊ ഈ സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ? നമ്മുടെ mRNA ഫോം ചെയ്യുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ 3', 5' തന്നെ വരുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ പുതിയതായിട്ട് DNA ഫോം ചെയ്യുകയാണെങ്കിലും mRNA ഫോം ചെയ്യുവാണെങ്കിലും പൊളാരിറ്റി എപ്പോഴും എന്തായിരിക്കും? ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? 5' to 3' മാത്രമേ പുതിയ DNA സ്ട്രാൻഡ് ഫോം ചെയ്യുള്ളൂ. DNA സ്ട്രാൻഡ് ആണെങ്കിലും mRNA ആണെങ്കിലും. അപ്പൊ ഇവിടെ പുതിയ mRNA ഫോം ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? 5' to 3' ആണ്. അപ്പൊ എന്താ വേണ്ടേ? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേണം എപ്പോഴും എന്ത്? ടെംപ്ലേറ്റ്. അതായത് നമ്മുടെ mRNA ഫോം ചെയ്യുന്നത്, പുതിയ mRNA സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് പുതിയ സ്ട്രാൻഡ് DNA mRNA എന്തായിക്കോട്ടെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ദാറ്റ് ഈസ് ഓൾവേസ് ഫ്രം 5' to 3' ആണ്. അപ്പോൾ ഈ 5' to 3' ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എപ്പോഴും എന്തുമായിരിക്കണം? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പൊ അതങ്ങനെ ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഏത് സ്ട്രാൻഡിൽ നിന്നാണോ mRNA ഫോം ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ഏത് സ്ട്രാൻഡിൽ നിന്നാണോ mRNA ഫോം ചെയ്യുന്നത് ആ സ്ട്രാൻഡിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇപ്പൊ ഇതാണ് നമ്മുടെ mRNA എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ mRNA ഫോം ചെയ്യുന്നത് ആ സ്ട്രാൻഡിനെ എന്താ പറയുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എങ്ങനെയാണ്? 3'5' ആണ് പൊളാരിറ്റി. ഇനി ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള സ്ട്രാൻഡിനെ പറയുന്ന പേരാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. കോഡിംഗ് സ്ട്രാൻഡ്. അപ്പൊ കോഡിംഗ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, അതായത് 5', 3' ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്?
നമ്മുടെ DNA ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോസസ്സ്? DNA ആര് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്? mRNA ഫോം ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA to mRNA, that is called ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ എന്താ പറഞ്ഞ DNA സ്ട്രാൻഡ് അല്ലെങ്കിൽ mRNA സ്ട്രാൻഡ് എന്ത് പുതിയത് ഫോം ചെയ്യുവാണെങ്കിലും ഡയറക്ഷൻ ദാറ്റ് ഈസ് ഓൾവേസ് 5 പ്രൈം 3 പ്രൈം. അങ്ങനെ ആയതുകൊണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തമ്മിൽ നമുക്കൊരു ഡിഫറൻസ് എങ്ങനെ വരും. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? സപ്പോസ് ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡ് എന്ന് വിചാരിക്കാം. ഡബിൾ സ്റ്റാൻഡ് DNA ഇങ്ങനെയാണ്. ഒരെണ്ണം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 3 പ്രൈം 5 പ്രൈം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 3 പ്രൈം 5 പ്രൈം വരുന്നത് ഏത് സ്ട്രാൻഡ് ആയിരിക്കും? ദിസ് ഈസ് കോൾഡ് ടെംപ്ലേറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സ്ട്രാൻഡ് എന്തായിരിക്കും? 5 പ്രൈം 3 പ്രൈം. ഇതിനെ പറയുന്ന പേരാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. കോഡിംഗ് സ്ട്രാൻഡ്. അപ്പൊ നോക്കുക, ഇവിടെ ഇതിനെ നമ്മുടെ നൈട്രജൻ ബേസ് നോക്കിക്കേ. അഡ്നിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നൈട്രജൻ ബേസ് ഇങ്ങനെ കൊടുത്തു. കോഡിംഗ് സ്ട്രാൻഡിന്റെ നൈട്രജൻ ബേസ് എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പൊളാരിറ്റി. ഇങ്ങനെ കൊടുക്കാം. അപ്പൊ നമുക്ക് ടെംപ്ലേറ്റ് സ്റ്റാൻഡും കോഡിംഗ് സ്റ്റാൻഡും കിട്ടി. ഇവിടെ എന്ത് ചെയ്യാണ്? mRNA ഫോം ചെയ്യും. mRNAയുടെ ഡയറക്ഷൻ ദാറ്റ് ഈസ് ഓൾവേസ് 5 പ്രൈം ടു 3 പ്രൈം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യണത്? mRNA ഫോം ചെയ്യണത് അല്ലെ. 2 സ്ട്രാൻഡിൽ നിന്ന് ഫോം ചെയ്യൽ ഒറ്റ സ്ട്രാൻഡിൽ നിന്ന്. അപ്പോ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് എന്താണ് mRNA ഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ജസ്റ്റ് കോംപ്ലിമെന്ററി ആയിരിക്കണം ഈ mRNAയിലെ നൈട്രജൻ ബേസ്. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അഡ്നിന്റെ കോംപ്ലിമെന്ററി ആണ് ഏത് വരുന്നത്? തൈമിൻ വരും. ദെൻ അപ്പൊ നമ്മൾ mRNA ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ തൈമിൻ എഴുതാൻ പാടില്ല, പകരം എന്ത് എഴുതണം? യുറാസിൽ. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഫസ്റ്റ് നൈട്രജൻ ബേസ് യുറാസിൽ വന്നു. ഇവിടെ തൈമിൻ ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? ഇവിടെ അഡ്നിൻ കൊടുക്കണം. ദെൻ ഗ്വാനിൻ, സൈറ്റോസിൻ, ദെൻ ഗ്വാനിൻ, പിന്നെ എന്ത് കൊടുക്കണം? അഡ്നിൻ. തൈമിൻ പാടില്ല, യുറാസിൽ കൊടുക്കുക. ദെൻ അഡ്നിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി ആണ് ആര്? കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി ആണ് ആര്? നമ്മുടെ mRNA. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഡബിൾ സ്ട്രാൻഡ് DNA എന്ത് ചെയ്യുവാണ്? ഒരു സ്ട്രാൻഡിൽ നിന്ന് എന്ത് ഫോം ചെയ്തു? mRNA ഫോം ചെയ്തു. അതിന്റെ സ്റ്റെപ്പ് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് എന്താണ് ഈ 2 സ്ട്രാൻഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം? ഇതവിടെ നിൽക്കട്ടെ. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? എന്താ പറയാ? നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എങ്ങനെയായിരിക്കും? 3 to 5 അല്ലെ. 3 പ്രൈമിൽ നിന്ന് 5 പ്രൈം ആണ് നമ്മൾ അതിന്റെ പൊളാരിറ്റി കാണിക്കുക. ഇതാണ് അതിന്റെ പൊളാരിറ്റി. ഇനി എന്താ പ്രത്യേകത? കോഡിംഗ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എങ്ങനെയായിരിക്കും? 5 പ്രൈം ടു 3 പ്രൈം. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എപ്പോഴും എന്തായിരിക്കും? 3 പ്രൈം ടു 5 പ്രൈം. അതേസമയം നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡിന്റെ എങ്ങനെയാണ്? ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇനി എന്താ പ്രത്യേകത? ഏത് സ്ട്രാൻഡിൽ നിന്നാണോ mRNA ഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ദാറ്റ് ഈസ് മെയിൻലി ഹെൽപ്പ് ഫോർ ദി ട്രാൻസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ ഇതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഈ സ്ട്രാൻഡിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യണത്? mRNA ഫോം ചെയ്യുന്നത്. ഏത് സ്ട്രാൻഡിൽ നിന്നാണോ mRNA ഫോം ചെയ്യുന്നത് അതിനെന്ത് കൊടുക്കാം? നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇനി എന്താണ്? ഇവര് കോഡിംഗ് സ്ട്രാൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? mRNA ഒരു DNA ഒരു mRNA ഫോർമേഷനും ഇല്ല, ഒരു പ്രോട്ടീൻ സിന്തസിസും ഇല്ല. അപ്പൊ ഇത് ട്രാൻസ്ക്രിപ്ഷനിൽ നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ കോഡ് ചെയ്യാത്ത ആളാണ് ആര്? കോഡിംഗ് സ്ട്രാൻഡ്. അപ്പോൾ തെറ്റിക്കരുത്. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ കോഡ് ചെയ്യണമെന്ന് ഓർക്കരുത്, നോട്ട് കോഡാണ് വരുന്നത്. അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് എന്ത് ചെയ്യും? mRNA കോഡ് ചെയ്യും. പക്ഷെ കോഡിംഗ് സ്ട്രാൻഡിൽ നിന്ന് എന്ത് ചെയ്യില്ല? mRNA ഫോർമേഷൻ ഇല്ല. ഇനി നൈട്രജൻ ബേസ് നോക്കുകയാണെങ്കിൽ എന്താ വേണ്ടേ? ഇവർ രണ്ടുപേരും എന്താണ്? ജസ്റ്റ് കോംപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിട്ട് എന്ത് ചെയ്യാം? കോഡിംഗ് സ്ട്രാൻഡ് എഴുതാൻ പറയാം. കോഡിംഗ് സ്ട്രാൻഡ് തന്നിട്ട് mRNA എഴുതാൻ പറയാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും കോഡിംഗ് സ്ട്രാൻഡ് തന്നിട്ടില്ല, പേര് തന്നിട്ടില്ലെങ്കിൽ ഓർക്കുക 5-3- ആണ് കോഡിംഗ് സ്ട്രാൻഡ്, 3-5- ആണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇതിന്റെ കോംപ്ലിമെന്ററി വേണം കോഡിംഗ് എഴുതാൻ. ഈ കോഡിങ്ങും ഈ mRNA എന്താണ്? സെയിം ആണ്. എന്താ സെയിം എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിൽ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? ഇവിടെയൊക്കെ തൈമിനാണ്, പക്ഷെ ഇവിടെ എന്താണ്? ആ സെയിം പോയിന്റിൽ എന്ത് ചെയ്താൽ മതി?
യുറാസിൽ കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളോട് കോഡിംഗ് സ്റ്റാൻഡ് തന്നിട്ട് MR എഴുതാൻ പറഞ്ഞ എന്താണ്? ഭയങ്കര സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? എവിടെയൊക്കെ തൈമിനുണ്ടോ അതൊക്കെ മാറ്റി എന്ത് കൊടുക്കുക? യുറാസിൽ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ് സ്റ്റാൻഡും കോഡിംഗ് സ്റ്റാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുകൂടി നോക്കുക. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? പൊളാരിറ്റി പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ത് പറഞ്ഞു? ഇതിന്റെ ഫംഗ്ഷൻ. ഇതെന്താണ്? ഇത് നമ്മുടെ mRNAക്ക് കോഡ് ചെയ്യും. ഇവരെന്താണ്? നോട്ട് കോഡ് ഫോർ RNA സിന്തസിസ്. ഇതാണ് നമ്മുടെ കോഡിങ്ങും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് നോക്കിക്കേ. നമുക്ക് ഇത് നോക്കിയാൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് DNA 3' 5'. അപ്പൊ എന്തായിട്ട് പറയാം നമുക്ക്? ദിസ് ഈസ് കൺസിഡർ ആസ് ദി ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. പൊളാരിറ്റി ശ്രദ്ധിക്കുക, 3' to 5'. നൈട്രജൻ ബേസ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡ് എന്തായിരിക്കും? ഇതിന്റെ കോംപ്ലിമെന്റ്, നമ്മുടെ നൈട്രജൻ ബേസിന്റെ കോംപ്ലിമെന്ററി എങ്ങനെയാ? അഡ്നിൻ ദാറ്റ് ഈസ് പെയേഴ്സ് വിത്ത് തൈമിൻ ആൻഡ് സൈറ്റോസിൻ ദാറ്റ് ഈസ് ഓൾവേസ് പെയേഴ്സ് വിത്ത് ഗുവാനിൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ അഡ്നിൻ വരുവാണെങ്കിൽ എന്ത് വന്നു? തൈമിൻ വന്നു അല്ലെ. അങ്ങനെ നമുക്ക് എല്ലാ നൈട്രജൻ ബേസ്, ഇപ്പൊ സൈറ്റോസിൻ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഗുവാനിൻ വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? 2 സ്റ്റാൻഡ് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിന് എങ്ങനെയാണ് mRNA ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നൈട്രജൻ ബേസ് കൊടുക്കുക? ഏതിന്റെ കോംപ്ലിമെന്ററിയാ കൊടുക്കണ്ടേ? ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ കോംപ്ലിമെന്ററി. ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ അഡ്നിൻ പെയേഴ്സ് വിത്ത് തൈമിൻ കൊടുക്കാൻ പാടില്ല. എന്താണ്? യുറാസിൽ അല്ലെ. അപ്പൊ ഇതിന്റെ ജസ്റ്റ് എന്താണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ എന്താണ്? കോംപ്ലിമെന്ററി. ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ കോംപ്ലിമെന്ററി വേണം mRNA എഴുതാൻ. ഇനി നമുക്ക് അപ്പൊ നോക്കിക്കേ, അഡ്നിൻ ആരുമായിട്ട് പേര് യുറാസിൽ വന്നു, തൈമിൻ അഡ്നിൻ, ബാക്കി എല്ലാം സെയിം വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ജസ്റ്റ് പെയറിങ് കോംപ്ലിമെന്ററി എഴുതി. ഇനി എന്താണ്? ഇവർ രണ്ടുപേരും എന്താണ്? ഇവർ രണ്ടുപേരും നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡും കോഡിംഗ് സ്റ്റാൻഡും എന്താണ്? ദേ ആർ കോംപ്ലിമെന്ററി വിത്ത് ഈച്ച് അതർ. അപ്പൊ ആരൊക്കെയാന്ന് നോക്കിയാൽ കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത്? നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡും കോഡിംഗ് സ്റ്റാൻഡും എന്താണ്? കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബേസ് പെയേഴ്സ് വരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ടെംപ്ലേറ്റ് സ്റ്റാൻഡും mRNAയും എന്താണ്? കോംപ്ലിമെന്ററി. ഇതെപ്പോഴും ശ്രദ്ധിച്ചു വെക്കുക, ഇവര് കോംപ്ലിമെന്ററി. അറ്റ് ദ സെയിം ടൈം എന്ത് പറയാം? ദ കോഡിംഗ് സ്റ്റാൻഡ് mRNAയും എന്താണ്? സെയിം ആണ്. ഏതിലാ സെയിം ആവുന്നത്? എക്സെപ്ഷൻ, ഒരു പോയിന്റിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? തൈമിൻ ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ യുറാസിൽ. ഈ ഒറ്റ പോയിന്റിൽ മാത്രമാണ് കോഡിംഗ് സ്റ്റാൻഡും mRNA ഡിഫറൻസ്. അപ്പൊ നമ്മളോട് കോഡിംഗ് സ്റ്റാൻഡ് തന്നിട്ട് mRNA എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. എവിടെയൊക്കെ തൈമിൻ ഉണ്ടോ അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുത്താൽ മതി? യുറാസിൽ കൊടുത്താൽ മതി. നോക്കിക്കേ ഡയഗ്രത്തില് ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ കോഡിംഗ് സ്റ്റാൻഡ്. കണ്ടോ? ഇവിടെ കോഡിംഗ് സ്റ്റാൻഡിൽ എന്താണ്? ഇവിടെയാണ് ഡിഫറൻസ്. തൈമിന്റെ സ്ഥാനത്ത് എവിടെ വന്നു? യുറാസിൽ. ബാക്കി എല്ലാ സ്ഥലത്തും സെയിം ആണ്. കണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ തൈമിന്റെ സ്ഥാനത്ത് എഗെയിൻ യുറാസിൽ. ഇവിടെ എന്താണ്? എഗെയിൻ യുറാസിൽ. ഹിയർ എഗെയിൻ യുറാസിൽ. ഹിയർ എഗെയിൻ യുറാസിൽ. ഇത്രയും പോയിന്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓൾ അതേഴ്സ് ആർ സെയിം. പക്ഷെ അതേസമയം ഇവിടെ എന്താണ്? ഇതൊക്കെ ജസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചു വെച്ചേക്കുക. കോഡിംഗ് സ്റ്റാൻഡ് തന്നു കഴിഞ്ഞാൽ തൈമിന്റെ സ്ഥാനത്ത് യുറാസിൽ എഴുതാം. ഇതാണെങ്കിൽ നമുക്ക് കോംപ്ലിമെന്റ്. ഇതൊന്ന് എഴുതണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് ഈ ഡയഗ്രാം പറഞ്ഞു തന്നത്. നെക്സ്റ്റ് നോക്കുക, DNA നമ്മളിപ്പോ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലെ. ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നമുക്കിപ്പോ ഇത്രയും വലിയൊരു DNA സ്ട്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും എന്ത് ചെയ്യില്ല? ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇപ്പൊ ചിലപ്പോൾ ഇത്രയും പോകുന്ന ഒരു ഭാഗം മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്. അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന DNA സെഗ്മെന്റ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ദാറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA involved in transcription. Segment of DNA involved in transcription. Segment of DNA involved in transcription, that is called a transcription unit. Segment of DNA involved in transcription, that is called a transcription unit. അപ്പോൾ എന്താണ്? നമുക്കൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, 3' 5' ആണെങ്കിൽ എന്താണ്? ഈ സ്ട്രാൻഡിന് നമുക്ക് എന്ത് കൊടുക്കാം? ദിസ് ഈസ് കോൾഡ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ദെൻ അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്താണ്? 5'
3' ആണെങ്കിൽ ദാറ്റ് സ്ട്രാൻഡ് ഈസ് കോൾഡ് എന്ത് കൊടുക്കാം? കോഡിംഗ് സ്ട്രാൻഡ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ് അല്ലെങ്കിൽ 3 സബ് പാർട്ടുകളാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലുള്ളത്. ഫസ്റ്റ് വൺ ഏത് കൊടുക്കാം? നമുക്കൊരു പ്രൊമോട്ടർ. ഫസ്റ്റ് വൺ ആണ് എന്ത് കൊടുക്കുന്നത്? നമുക്ക് പ്രൊമോട്ടർ എന്ന് കൊടുക്കും. Second one that is called a structural gene. Second one is a structural gene. And third one is a terminator. ഈ 3 കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തൊക്കെയുള്ളത്? ശരിക്കും നമുക്ക് 3 ഭാഗങ്ങളാണ്. പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചർ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. അപ്പൊ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന ഭാഗം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ശരിക്കും നമുക്ക് ഇവിടെ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ്. ഏത് എൻസൈം? നമുക്ക് ഇവിടെ ഓൾറെഡി DNA എന്നാണ് mRNA ഫോം ചെയ്യുന്നത്. സോ ദ എൻസൈം ഈസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഇതാണ് നമ്മുടെ എൻസൈം. അപ്പൊ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന ഭാഗം എന്താണ്? സ്റ്റാർട്ടർ ആണ്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്താലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്താ പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻ? ഇവിടെയാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം. RNA പോളിമറൈസ് എൻസൈം എന്ത് ചെയ്യുവാണ്? ഇവിടെ അറ്റാച്ച് ചെയ്യും. ഈ അറ്റാച്ച്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ എന്ത് തുടങ്ങുവാണ്? mRNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എപ്പോഴും mRNAയുടെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം എവിടെ വന്ന് അറ്റാച്ച് ചെയ്യണം? പ്രൊമോട്ടറിൽ. അപ്പൊ പ്രൊമോട്ടർ ആണ് എന്ത് പറയുന്നത്? ഇതാണ് നമ്മുടെ എൻസൈം എന്നുണ്ടെങ്കിൽ ഈ എൻസൈം അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഇത് പ്രൊമോട്ടർ. അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും? ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? നമ്മൾ ഈ സ്ലൈഡറിലൊക്കെ മൂവ് ചെയ്യുന്ന പോലെ നമ്മുടെ RNA പോളിമറൈസ് എൻസൈം പതുക്കെ ഈ സ്ട്രക്ചർ ജീൻസി കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ mRNA സിന്തസിസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യും. എങ്ങനെ? എവിടുന്ന ഫോം ചെയ്യണേ? ഈ സ്ട്രക്ചർ ജീൻസിൽ നിന്നാണ് ആക്ച്വലി എന്ത് ഫോം ചെയ്യണത്? mRNA ഫോം ചെയ്യുന്നത്. എങ്ങനെയാ ഫോം ചെയ്യണത്? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം നേരെ എന്ത് ചെയ്യും? ഏതിൽ കൂടെ മൂവ് ചെയ്യുവാണ്? സ്ട്രക്ചർ ജീൻസിൽ കൂടെ മൂവ് ചെയ്യും. RNA polymerase enzyme move along a structure gene. സ്ട്രക്ചർ ജീൻസിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആണ് എന്ത് നടക്കുന്നത്? നമ്മുടെ mRNAയുടെ സിന്തസിസ് നടക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് പ്രൊമോട്ടർ. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്? നമ്മുടെ സ്ട്രക്ചർ ജീൻ. അപ്പൊ സ്ട്രക്ചർ ജീൻസിൽ നിന്നാണ് ആക്ച്വലി എന്ത് വരുന്നത്? mRNA സിന്തസൈസ് ചെയ്യുന്നത്. ഇനി ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവസാനിക്കുക. അതായത് നമ്മുടെ ഈ മൂവ് ചെയ്യുന്ന എൻസൈം എവിടെയാണ്? ഈ പോയിന്റിൽ. ഈ പോയിന്റ് ആണ് നമ്മളെ ടെർമിനേറ്റർ എന്ന് പറയും. ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതിലെ മൂവ് ചെയ്തു, ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ RNA പോളിമറൈസ് എൻസൈം എവിടെ എത്തി? നമ്മുടെ ടെർമിനേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഏത് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു? അവിടെ mRNAയുടെ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്തു. mRNA സിന്തസിസ് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. എപ്പോ സ്റ്റോപ്പ് ചെയ്തു? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം എവിടെ എത്തണം? ദാറ്റ് ഈസ് റീച്ച് ഓൺ ദി ടെർമിനേറ്റർ. RNA പോളിമറൈസ് എൻസൈം ടെർമിനേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ mRNA സിന്തസിസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം? പ്രൊമോട്ടർ വേണം, സ്ട്രക്ചർ ജീൻ വേണം, ടെർമിനേറ്റർ വേണം. പ്രൊമോട്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? RNA പോളിമറൈസ് എൻസൈം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടന്നു? mRNA സിന്തസിസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്ട്രക്ചർ ജീൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്ട്രക്ചർ ജീൻസിൽ നിന്നാണ് ആക്ച്വലി എന്ത് ഫോം ചെയ്യണത്? mRNAയുടെ ആ സീക്വൻസ് ഫോം ചെയ്യണത്. എങ്ങനെയാണ് സീക്വൻസ് ഫോം ചെയ്യുന്നത്? ഈ RNA പോളിമറൈസ് എൻസൈം ഇതിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവിടെ നിന്ന് എന്ത് ഫോം ചെയ്തു? നമ്മുടെ mRNA സിന്തസൈസ്. അവസാനിക്കുന്ന പോയിന്റ് ആണ് എന്ത്? ടെർമിനേഷൻ. സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ടെർമിനേറ്റർ. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു? RNA പോളിമറൈസ് എൻസൈം ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നടന്നു? mRNA സിന്തസിസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അപ്പൊ എന്താ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ദ സെഗ്മെന്റ് ഓഫ് DNA ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചർ ജീൻസിനെ തന്നെ നമുക്ക് വേറൊരു ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സിസ്ട്രോൺ എന്ന് പറയും. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ DNA സീക്വൻസ് തന്നെ, നമ്മുടെ ഈ സ്ട്രക്ചർ ജീൻസ് തന്നെ എന്താണ് ശരിക്കും ഇവിടെ സ്ട്രക്ചർ ജീൻസിന്റെ ഫംഗ്ഷൻ?
mRNA സിന്തസൈസ് ചെയ്യുക അല്ലെ. mRNA സിന്തസൈസ് ചെയ്തിട്ട് എന്താ പ്രത്യേകത? അതിന്റെ കോഡഡ് ലാംഗ്വേജ് വെച്ചിട്ട് എന്ത് ഫോം ചെയ്യണം? നമുക്ക് പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യണം അല്ലെ. അപ്പോൾ ഏത് സെഗ്മെന്റ്സ് ഓഫ് DNA ആണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ജീൻസ് തന്നെയാണ് സിസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സെഗ്മെന്റ് ഓഫ് DNA ആണോ നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ഫോർമേഷന് കോഡ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് നമുക്ക് എന്ത്? സിസ്ട്രോൺസ് എന്ന് പറയും. സിസ്ട്രോൺ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡ് എന്നുണ്ടെങ്കിൽ ഈ DNA സ്ട്രാൻഡിൽ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഈ സ്ട്രക്ചർ ഈ ഇത്രയും ഭാഗം ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ mRNA ഫോം ചെയ്തു. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് വൺ ഈസ് കോൾഡ് സിസ്ട്രോൺ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ സിസ്ട്രോൺസ് നമുക്ക് എന്ത് വരാം? രണ്ട് തരത്തിൽ സിസ്ട്രോൺസ് വരാം. ദാറ്റ് മേ ബി മോണോസിസ്ട്രോണിക് ആൻഡ് പോളിസിസ്ട്രോണിക്. എന്തായിരിക്കും ഇവർ തമ്മിലെ ഡിഫറൻസ് നോക്കിയേ. മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഒറ്റൊരു സിസ്ട്രോൺ, ഇത് ഒറ്റൊരു സ്ട്രക്ചർ ജീൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? mRNA ഫോം ചെയ്യും. ഇവിടെ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് പോളിസിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിൽ കൂടുതൽ സിസ്ട്രോൺ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ ജീൻസ് ഉണ്ടാവും. ഇപ്പൊ ഇതൊരു ജീനാണ്, സെക്കൻഡ് വൺ, തേർഡ് വൺ, അങ്ങനെ ഒന്നിൽ കൂടുതൽ സിസ്ട്രോൺസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ ജീൻസ് വരുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? അതിനെ പോളിസിസ്ട്രോണിക്. അപ്പോൾ മോണോസിസ്ട്രോണിക് സ്ട്രക്ചർ ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മോണോസിസ്ട്രോണിക്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു സിസ്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. പോളിസിസ്ട്രോൺ എന്താണ്? പോളി, ദാറ്റ് മീൻസ് ന്യൂമറസ് അല്ലെങ്കിൽ മോർ ദെൻ വൺ സിസ്ട്രോൺ. അല്ലെങ്കിൽ വേറൊരു ടേമിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ യുക്കാരിയോട്ടിക്കില് അറ്റ് ദ സെയിം ടൈം ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ മാത്രമേ ഫോം ചെയ്യുള്ളൂ. പ്രോകാരിയോട്സിലാണെങ്കിൽ എന്താ പ്രത്യേകത? ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ തെറ്റാതിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി, PP എന്ന് ഓർത്താൽ മതി. പോളിസിസ്ട്രോൺ എവിടെയാണ്? പ്രോകാരിയോട്സിൽ. മോണോസിസ്ട്രോൺ യുക്കാരിയോട്സിൽ. അപ്പോൾ യുക്കാരിയോട്സിൽ നമ്മൾ എക്സോൺസ് ഇൻട്രോൺസ് ഞാൻ പറഞ്ഞുതരാം, അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. മോണോസിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഒറ്റൊരു സീക്വൻസ് മാത്രമേ ഉള്ളൂ, ഒറ്റൊരു സീക്വൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ പോളിസിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് ഓരോ സിസ്ട്രോൺസ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ സിസ്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്താണ്? ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു mRNA ഫോം ചെയ്യും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? നെക്സ്റ്റ് mRNA ഫോം ചെയ്തു. ഇവിടെ നിന്ന് എന്താണ്? നെക്സ്റ്റ് mRNA ഫോം ചെയ്തു. അപ്പൊ എന്താ പ്രത്യേകത? ഇവിടെ നിന്ന് 3 mRNA ഫോം ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ നിന്ന് 3 പ്രോട്ടീൻ ചെയിനും ഫോം ചെയ്യും. കണ്ടോ, ഇവിടുന്ന് ഒരു പ്രോട്ടീൻ ചെയിൻ, ഇവിടുന്ന് ഒരു പ്രോട്ടീൻ ചെയിൻ, ഇവിടുന്ന് ഒരു പ്രോട്ടീൻ ചെയിൻ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യാൻ പറ്റും? 3 പ്രോട്ടീൻ ചെയിൻസ് ഫോം ചെയ്യാൻ പറ്റും. ഏതിലാണെങ്കിൽ? പ്രോകാരിയോട്സിൽ. പക്ഷേ യുക്കാരിയോട്സിലാണെങ്കിൽ അറ്റ് എ ടൈം ഒറ്റൊരെണ്ണാണ് ഇവിടെ ഫോം ചെയ്യുള്ളൂ. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. മോണോസിസ്ട്രോണും പോളിസിസ്ട്രോണും എന്ന് പറയും. അപ്പൊ നോക്കിക്കേ ഒന്നും കൂടി ഇത് തമ്മിൽ നമുക്ക് ഡിഫറൻസ് വരുമ്പോൾ നോക്കുക. മോണോസിസ്ട്രോണും പോളിസിസ്ട്രോണും തമ്മിലെ ഡിഫറൻസ് എന്താണ്? മോണോസിസ്ട്രോണിൽ there is only one cistron, അതാണ് നമ്മൾ മോണോസിസ്ട്രോൺ. ദെൻ മോർ ദെൻ വൺ സിസ്ട്രോൺ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? പോളിസിസ്ട്രോൺ. അപ്പൊ ഇവിടെയാണെങ്കിൽ മോർ ദെൻ വൺ mRNA synthesized and then more than one protein chains are formed. ഇനി നമുക്ക് എന്താണ് ഇൻട്രോൺസും എക്സ്ട്രോൺസും ഒന്ന് പറഞ്ഞു തരാം. ഇൻട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോൺസും ഉണ്ട്, എക്സോൺസും. ഇപ്പൊ നമ്മളിവിടെ 2 ടേംസ് നമ്മളിവിടെ യൂസ് ചെയ്തായിരുന്നു, ഇൻട്രോൺസും എക്സോൺസും. അപ്പൊ ഇൻട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യില്ല? നോൺ കോഡിംഗ് സീക്വൻസ് ആണ്. നോൺ കോഡിംഗ് സീക്വൻസിനെ പറയുന്ന പേരാണ് നോൺ കോഡിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവര് ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രോട്ടീൻ സിന്തസിസിലോ അല്ലെങ്കിൽ mRNA സിന്തസിസിലോ കോഡ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ ഇൻട്രോൺസ്. അപ്പൊ ഇൻട്രോൺസ് എന്ന് വെച്ചാൽ നോൺ കോഡിംഗ് ആണ്. എന്തിനാ നോൺ കോഡിംഗ് ആവുന്നത്? നോൺ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോട്ട് കോഡ് ഫോർ അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യില്ല. ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യാത്ത സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രോൺസ് എന്ന് പറയും. അതേസമയം എക്സോൺസ് ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾവേസ് കോഡ് ഫോർ അമിനോ ആസിഡ്സ്.
എല്ലാ ടേംസും നമ്മൾ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. ഈ സ്ട്രക്ചർ ജീൻസ് തന്നെ നമുക്ക് എന്ത് പറയാം, മോണോസിസ്ട്രോണിക്കും ഉണ്ട് പോളിസിസ്ട്രോണിക്കും ഉണ്ട്. സിസ്ട്രോൺ എന്നുള്ള വേർഡിന് അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്, DNA സീക്വൻസ് ആണ്. എന്തിനാണ്, പോളിപെപ്റ്റൈഡ് ചെയിൻസിന് വേണ്ടി കോഡ് ചെയ്യുവാണെങ്കിൽ എന്ത് കൊടുക്കാം, സിസ്ട്രോൺസ് എന്ന് പറയും. അപ്പൊ സിസ്ട്രോൺസിന്റെ 2 ടൈപ്പ് എന്ത് കൊടുക്കാം, ഒരു ഡിഫറൻസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ എന്താ കൊടുക്കണ്ടേ, മോണോസിസ്ട്രോണും പോളിസിസ്ട്രോണും ഡിഫറൻസ് കൊടുക്കുവാണെങ്കിൽ മോണോപോളി. ആ വേർഡിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. മോണോസിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദർ ഈസ് ഓൺലി എ സിംഗിൾ സിസ്ട്രോൺ. ഒറ്റ സിസ്ട്രോൺ അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, മോണോസിസ്ട്രോൺ എന്ന് കൊടുക്കാം. മോർ ദെൻ വൺ സിസ്ട്രോൺ ആണെങ്കിൽ എന്ത് കൊടുക്കാം, പോളിസിസ്ട്രോണിക് കൊടുക്കാം. ഒപ്പം തന്നെ എന്താണ്, മോണോസിസ്ട്രോൺ സാധാരണ എവിടെയാണ് കാണുന്നത്, ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ യൂക്കാരിയോട്സ് എന്ന് പറയാം. അതേസമയം പോളിസിസ്ട്രോൺ എവിടെയാണ് കാണുന്നത്, ദേ ആർ കോമൺലി ഫൗണ്ട് ഇൻ പ്രോകാരിയോട്സ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ എത്രയും മോർ ദെൻ 1 mRNA and more than 1 protein chains are formed. More than 1 mRNA, more than 1 protein chain ഫോം ചെയ്യും എവിടെ, പോളിസിസ്ട്രോണിക്കിൽ. ഇപ്പൊ നമുക്ക് ഡിഫറൻസ് നമ്മൾ എന്താ പറഞ്ഞത്, മോണോസിസ്ട്രോണിൽ എന്താണ്, സിംഗിൾ സിസ്ട്രോൺ ആണ്, പോളിയിൽ എന്ത് വന്നു, മോർ ദെൻ 1. അപ്പൊ എന്താണ്, മോണോസിസ്ട്രോൺ എവിടെയാണ്, യൂക്കാരിയോട്സിലും, പോളിസിസ്ട്രോൺ എവിടെയാണ്, നമുക്ക് പ്രോകാരിയോട്സിലും വന്നു. അപ്പൊ എന്താണ് ഇവിടെ മോണോസിസ്ട്രോണിൽ എന്താ, അറ്റ് ദ സെയിം ടൈം എത്രയേ ഉള്ളൂ, ദർ ഈസ് ഓൺലി 1 mRNA and also 1 പ്രോട്ടീൻ ചെയിൻ ആണ് ഫോം ചെയ്യുള്ളൂ. അതേസമയം ഇവിടെ നമുക്ക് പോളിസിസ്ട്രോണിക് ആണെങ്കിൽ എന്താ പ്രത്യേകത, മോർ ദെൻ 1 mRNA മോർ ദെൻ 1 പ്രോട്ടീൻസും ഫോം ചെയ്യും. അതാണ് നമുക്ക് ഇവിടെ തമ്മിൽ ഡിഫറൻസ്. ഒപ്പം തന്നെ ശ്രദ്ധിക്കുക, എക്സോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെ കോഡിംഗ് സീക്വൻസ് എന്ന് പറയും, ഇവരെന്താണ് പറയാ, നോൺ കോഡിംഗ്. അപ്പൊ ഈ കോഡിങ്ങും നോൺ കോഡിംഗ് സീക്വൻസും ഒന്നും എവിടെ വരില്ല, പോളിസിസ്ട്രോണിൽ വരില്ല. അവിടെ വരുന്നത് എല്ലാം തന്നെ എന്ത് ചെയ്യുവാണ്, പ്രോട്ടീൻ ചെയിൻസിന് ഇൻവോൾവ് ചെയ്യും. ഇങ്ങനെ 2 സീക്വൻസ് ആയിട്ട് കോഡിങ് നോൺ കോഡിംഗ് ഒന്നും എവിടെ വരുന്നില്ല, നമ്മുടെ മോണോസിസ്ട്രോണിക്. അപ്പൊ മോണോസിസ്ട്രോണിക്കിൽ എന്താ വരുന്നത്, ഇവിടെ 2 കാര്യങ്ങളും കൂടി ഉണ്ട്. എന്തൊക്കെയുണ്ടെന്ന് പറയാം, ബോത്ത് ഇൻട്രോൺസും എക്സോൺസും ഉണ്ട്. ഇൻട്രോൺസ് ആൻഡ് എക്സോൺസ് ആണ്. അതേസമയം ഇവിടെയാണെങ്കിൽ എന്താണ്, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല, ദർ ഇസ് നോ ഡിഫറൻസിയേഷൻ ഇൻ ടു ഇൻട്രോൺസ് ആൻഡ് എക്സോൺസ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ എന്താ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ, വാട്ട് ഈസ് മെൻ ബൈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പഠിച്ചു അല്ലെ. എന്താണ്, DNA mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ എന്താണ്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിൽ എന്തൊക്കെയുള്ളത്, ഒരു പ്രൊമോട്ടർ ഉണ്ട്, ദെൻ സ്ട്രക്ചർ ജീൻ, ടെർമിനേറ്റർ. ഏതാണ് എൻസൈം എന്ന് പറഞ്ഞത്, നമ്മുടെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്, അത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം പ്രൊമോട്ടർ, എൻഡ് ചെയ്യുന്ന ഭാഗം ടെർമിനേറ്റർ. ഇൻ ബിറ്റ്വീൻ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, mRNA ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സിസ്ട്രോൺസ്, പോളിസിസ്ട്രോണും മോണോസിസ്ട്രോണും, അതിന്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.